നമസ്കാരം. പ്രധാന വാർത്തകൾ. മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന സേനയായി കേരള പോലീസ് മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തിലെ തെറ്റായ പ്രവണതകൾ ചിലപ്പോൾ പോലീസിനും ഉണ്ടായേക്കാം. അത്തരം സമീപനം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥരോട് വിട്ടുവീഴ്ചയില്ലെന്നും മുഖ്യമന്ത്രി. പരിശീലനം പൂർത്തിയാക്കിയ 31ാം ബാച്ചിലെ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് തൃശൂർ കേരള പോലീസ് അക്കാദമിയിൽ. പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് വിവിധ ജില്ലകളിൽ നിന്നുള്ള 141 പേർ. പാലക്കാട് മണ്ണാർക്കാട് പാതയിലെ പനയമ്പാടത്തെ റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്നാരോപിച്ച് യൂത്ത് ലീഗ് നടത്തിയ റോഡ് ഉപരോധത്തിൽ സംഘർഷമുണ്ടായത് റോഡിന്റെ പഠനം നടത്തുന്നതിനായി ജില്ലാ പോലീസ് മേധാവി, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്ക് എത്തും മുൻപ്. സംഭവത്തിൽ പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. നേരത്തെയും പ്രശ്നം ചൂണ്ടിക്കാട്ടിയിട്ടും ഒരു നടപടിയും അധികൃതർ കൈക്കൊണ്ടില്ലെന്നും യൂത്ത് ലീഗ് നേതാക്കളുടെ ആരോപണം. KSRTC ഡിപ്പോയിൽ നിന്നും മെഡിക്കൽ കോളേജ് സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. വരുമാന വർധനവ് ലക്ഷ്യം വെച്ച് പൊതുജനങ്ങൾക്കായി പെട്രോൾ പമ്പും ദീർഘദൂര ടൂറിസ്റ്റ് കേന്ദ്ര സർവീസുകളും ആരംഭിക്കുമെന്നും ഗണേഷ് കുമാർ. KSRTC പാലക്കാട് ഡിപ്പോയിലെ ശീതീകരിച്ച ഓഫീസ് മുറികളുടെയും വിശ്രമ മുറികളുടെയും ഉദ്ഘാടനം ഗതാഗത മന്ത്രി നിർവഹിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ വ്യോമസേന പണം ചോദിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം കേന്ദ്രത്തിന്റേത് ജനാധിപത്യ വിരുദ്ധ സമീപനമെന്ന് മന്ത്രി K രാജൻ. ദുരന്തമേഖലയിൽ നൽകേണ്ട പണം നൽകാതെയാണ് ചെയ്ത സഹായത്തിന് പണം ചോദിക്കുന്നത്. കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും കേന്ദ്രത്തിന് മറുപടി കത്ത് നൽകുമെന്നും മന്ത്രി K രാജൻ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞതായി VS സുനിൽകുമാർ. പൂരം ചടങ്ങുകൾ മാത്രമാക്കിയതും വെടിക്കെട്ട് നടത്തില്ലെന്ന് പ്രഖ്യാപിച്ചതും ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങളുടെ സാഹചര്യം താൻ വിശദീകരിച്ചതായും VS സുനിൽകുമാർ. BJP, RSS, വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ളവരുടെ പങ്കും നേതാക്കളുടെ ഗൂഢാലോചനയും വിശദീകരിച്ചു നൽകിയതായും സുനിൽകുമാർ. മുതുതല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന് UDF. ലക്ഷങ്ങളുടെ അഴിമതിയാണ് മുതുതല പഞ്ചായത്ത് ഭരണസമിതിയുടെ പിന്തുണയോടെ നടക്കുന്നതെന്നും ആരോപണം. വിഷയത്തിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് UDF പ്രാദേശിക നേതൃത്വം. പാലക്കാട് കണ്ണന്നൂരിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 16 പേർക്ക് പരിക്ക്. അപകടം ഓട്ടോറിക്ഷയിൽ തട്ടി ബസ് ഡിവൈഡറിൽ ഇടിച്ച ശേഷം ദിശ മാറി മറിഞ്ഞ്. ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് ഡ്രൈവർക്ക് ബസിന്റെ ബ്രേക്ക് നഷ്ടമായതാണ് അപകടത്തിന് കാരണമായതെന്ന് പ്രാഥമിക നിഗമനം. മനശ്ശേരി തൃക്കങ്ങോട് ജംഗ്ഷനിൽ സ്വകാര്യ ബസ് ഉൾപ്പെടെ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. സംഭവത്തിൽ ആർക്കും പരിക്കുകളില്ല. വാർത്തകൾ വിശദമായി. മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന സേനയായി കേരള പോലീസ് മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തിലെ തെറ്റായ പ്രവണതകൾ ചിലപ്പോൾ പോലീസിലും ഉണ്ടായേക്കാം. അത്തരം സമീപനം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥരോട് വിട്ടുവീഴ്ചയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 31ാം ബാച്ചിലെ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തൃശൂർ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 31ാം ബാച്ചിലെ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിച്ചു. വിവിധ ജില്ലകളിൽ നിന്നുള്ള 141 പേരാണ് 2023 മുതൽ ആരംഭിച്ച പരിശീലനം പൂർത്തീകരിച്ചത്. മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന സേനയായി കേരള പോലീസ് മാറിയെന്ന് സല്യൂട്ട് സ്വീകരിച്ച ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സമൂഹത്തിലെ തെറ്റായ പ്രവണതകൾ ചിലപ്പോൾ പോലീസിനും ഉണ്ടായേക്കാം. അത്തരം സമീപനം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥരോട് വിട്ടുവീഴ്ചയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വർഗീയ തീവ്രവാദ നിലപാടുകൾക്കെതിരെ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. പോറൽ ഏൽക്കരുത്. ക്രമസമാധാനം തകർക്കുന്നവർക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ പോലീസിന് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് ഒരു പോറലും തട്ടാതിരിക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഭദ്രമായ ക്രമസമാധാന നില പാലിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിലും ഒരു ഘടകം പോലീസിന്റെ പ്രവർത്തനം തന്നെയാണ്. ഇവിടെ ക്രമസമാധാനം തകർക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള ചില കാര്യങ്ങൾ നേരത്തെ ചിലര് ബോധപൂർവം സംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെ നേരെ ഉറച്ച നിലപാട് സംയമനത്തോടെ സ്വീകരിക്കുന്ന പോലീസിനെ കേരളത്തിന് കാണാൻ കഴിയും. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
കല്ലടിക്കോട് പനയമ്പാടത്തെ റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്നാരോപിച്ച് യൂത്ത് ലീഗ് നടത്തിയ റോഡ് ഉപരോധത്തിൽ സംഘർഷം. തുടർന്ന് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. നേരത്തെയും പ്രശ്നം ചൂണ്ടിക്കാട്ടിയിട്ടും ഒരു നടപടിയും അധികൃതർ കൈക്കൊണ്ടിട്ടില്ലെന്നും യൂത്ത് ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. റോഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, റോഡിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും വെറുതെ പഠനം നടത്തിയിട്ടും മാത്രം എന്ത് കാര്യമാണ് ഉണ്ടായതെന്നും കാലങ്ങളായി ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ടെന്നും ഇതുവരെയും അധികൃതർ ഒരു നടപടിയും കൈക്കൊണ്ടില്ല എന്നുമാണ് യൂത്ത് ലീഗ് നേതാക്കൾ ആരോപിച്ചത്. റോഡിലെ വളവുകൾ പരിഹരിക്കുക, റോഡിലെ ചരിവുകൾ പരിശോധിച്ച് നടപടി കൈക്കൊള്ളുക എന്നിവ ആവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് റോഡ് ഉപരോധിച്ചത്. ഉപരോധത്തിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. റോഡിന്റെ പഠനം നടത്തുന്നതിനായി ജില്ലാ പോലീസ് മേധാവി, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്ക് എത്തുന്നതിന് തൊട്ടു മുൻപാണ് ഇത്തരത്തിൽ റോഡ് ഉപരോധിച്ചത്. 15 മിനിറ്റോളം പാലക്കാട് മണ്ണാർക്കാട് റോഡ് പ്രവർത്തകർ ഉപരോധിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KSRTC ഡിപ്പോയിൽ നിന്നും മെഡിക്കൽ കോളേജ് സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. വരുമാന വർധനവ് ലക്ഷ്യം വെച്ച് പൊതുജനങ്ങൾക്കായി പെട്രോൾ പമ്പും ദീർഘദൂര ടൂറിസ്റ്റ് കേന്ദ്ര സർവീസുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. KSRTC പാലക്കാട് ഡിപ്പോയിലെ ശീതീകരിച്ച ഓഫീസ് മുറികളുടെയും വിശ്രമ മുറികളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മെഡിക്കൽ കോളേജ് സർവീസിന്റെ ട്രയൽ റൺ 2 ദിവസത്തിനകം ആരംഭിക്കുമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. ജീവനക്കാർക്കും പൊതുജനത്തിനും ആശുപത്രിയിലെത്താനും തിരിച്ച് ടൗണിലെത്താനും കഴിയുന്ന വിധമുള്ള സമയക്രമം പാലിക്കും. കേരളത്തിനകത്തെ ഭൂരിപക്ഷ KSRTC സർവീസുകളും AC-യിലേക്ക് മാറ്റാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. 35 സൂപ്പർ പ്രീമിയം ബസ്സുകൾ അടുത്തുതന്നെ നിരത്തിലിറങ്ങും. ദീർഘദൂരങ്ങളിലേക്ക് നിലവിലുള്ള സർവീസുകൾ നിലനിർത്തി തന്നെ മദ്രാസിലേക്കും ബാംഗ്ലൂരിലേക്കും സർവീസ് ആരംഭിക്കും. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന കൂടുതൽ സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ഉടൻ തന്നെ നാളെയോ മറ്റന്നാളോ തന്നെ ട്രയൽ ബേസിസിൽ ആരംഭിക്കും. ആ ബസ് ആരംഭിക്കുമ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ മനുഷ്യൻ ആവശ്യമുള്ള സമയത്ത് ഇവിടുന്ന് പുറപ്പെട്ടാൽ OP സമയത്ത് ഇവിടെ എത്തത്തക്ക രീതിയിലുള്ള ഒരു ടൈമിംഗ് ആയിരിക്കണം. തിരുവനന്തപുരത്ത് വരുന്ന പാലക്കാട് എയർ കണ്ടീഷൻ പ്രീമിയം ബസ്, ഒരുപാട് കാര്യങ്ങൾ പാലക്കാടിന് വേണ്ടിയുണ്ട്. വിവോയുടെ വിശ്രമ കേന്ദ്രം വരുന്നു. സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സുകൾ പാലക്കാട് നിന്ന് തിരുവനന്തപുരം റൂട്ടിൽ ഓടുന്നുണ്ട്. പുതിയ 3 ബസ്സുകൾ വരുന്നുണ്ട്. അതിലൊരെണ്ണം പാലക്കാട് അവിടെ നിന്ന് ഇവിടെ ഇങ്ങോട്ട് വരുന്നതിന് പകരം രാവിലെ ഇവിടെ നിന്ന് ഓടി അങ്ങോട്ട് പോകുന്ന ഒരു പുതിയ ബസ് സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം AC വണ്ടി വരുന്നുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ് പാലക്കാട് കോഴിക്കോട് റൂട്ടിലേക്ക് ഉടൻ അനുവദിക്കുന്നത്. വേറൊരു ട്രാവൽ കൾച്ചർ ഡെവലപ്പ് ചെയ്യണം. കേരളം മുഴുവൻ AC ബസ്സുകൾ മാക്സിമം അകത്ത് ഓടുന്ന തന്നെ AC ആണ്. ബാംഗ്ലൂരിലേക്ക് മൈസൂരിലേക്കുള്ള വണ്ടി സൂപ്പർ ഡീലക്സ് വണ്ടി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉടൻ വരും. KSRTC പാലക്കാട് ഡിപ്പോ കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതിനായി 7 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, CMD പ്രമോജ് ശങ്കർ, നോർത്ത് സോണൽ ഓഫീസർ K മനോജ് കുമാർ, സന്തോഷ് കുമാർ, രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞതായി VS സുനിൽകുമാർ. പൂരം ചടങ്ങുകൾ മാത്രമാക്കിയതും വെടിക്കെട്ട് നടത്തില്ലെന്ന് പ്രഖ്യാപിച്ചതും ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങളുടെ സാഹചര്യം താൻ വിശദീകരിച്ചതായും സുനിൽകുമാർ പറഞ്ഞു. BJP, RSS, വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ളവരുടെ പങ്കും നേതാക്കളുടെ ഗൂഢാലോചനയും താൻ വിശദീകരിച്ചു നൽകിയതായും VS സുനിൽകുമാർ തൃശൂരിൽ പറഞ്ഞു. പൂരത്തിന്റെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് താൻ വിവരാവകാശ പ്രകാരം അപേക്ഷ സമർപ്പിച്ചിരുന്നു. പക്ഷേ അത് തരാൻ പറ്റില്ല എന്നതാണ് പോലീസ് പറഞ്ഞത്. സംഭവസ്ഥലത്ത് ആരാണ് പ്രഖ്യാപനം നടത്തിയത്, ആരുടെയൊക്കെ സാന്നിധ്യം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് CCTV ദൃശ്യങ്ങൾ ചോദിച്ചത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറാകണമെന്നും VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ശ്രീമൂലസ്ഥാനത്ത് നടന്ന മീറ്റിംഗിൽ RSS നേതാക്കൾ തള്ളിക്കയറാൻ ശ്രമിച്ചു. ശ്രീമൂലസ്ഥാനത്ത് നടന്ന മീറ്റിംഗിൽ പുലർച്ചെ തന്നെ വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചതായിരുന്നു. ആ തീരുമാനം എങ്ങനെ പിന്നീട് അട്ടിമറിച്ചു? തിരുവമ്പാടി ഓഫീസിലേക്ക് തീരുമാനം അറിയിക്കാൻ പോയതിനു ശേഷം പിന്നീട് ആ തീരുമാനം എങ്ങനെ അട്ടിമറിച്ചു? ആളുകൾക്കും മറ്റു വാഹനങ്ങൾക്കും നിൽക്കുന്ന സ്ഥലത്ത് സുരേഷ് ഗോപിക്ക് യാത്ര ചെയ്യാൻ അനുമതി കൊടുത്തത് ആരാണെന്നും സുരേഷ് ഗോപിയെ കടത്തിവിടാൻ ഏത് ഉദ്യോഗസ്ഥരാണ് അനുമതി കൊടുത്തതെന്ന് കണ്ടെത്തണമെന്നും VS സുനിൽകുമാർ പറഞ്ഞു. പൂരം അന്ന് രാത്രി ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ, വെടിക്കെട്ട് വൈകിയത്, പൂരം അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം കേവലം ചടങ്ങുകളാക്കി മാത്രം മാറ്റിയത്, മേളം നിർത്തിവെച്ചത്, അതുപോലെ വെടിക്കെട്ട് നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചത്, പന്തലിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തുൾപ്പെടെയുള്ള ആ അനിഷ്ട സംഭവങ്ങൾക്കിടയാക്കിയ സാഹചര്യങ്ങളെപ്പറ്റി കൃത്യമായ അറിവുകൾ, എനിക്ക് കിട്ടിയ അറിവുകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള BJP, RSS, വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള അതിനകത്തുണ്ടായ നേതാക്കന്മാരുടെ പങ്കാളിത്തം, ആ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് ഉപോത്ബലകമായിട്ടുള്ള നിരവധി സന്ദർഭങ്ങൾ ഞാൻ നേരത്തെ പല ഘട്ടങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളെല്ലാം അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ പൂരത്തിൻ്റെ ഈ പറഞ്ഞ സംഭവങ്ങളുണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ കമ്മീഷൻ്റെ വിവകാശം അനുസരിച്ച് അപേക്ഷ കൊടുത്തപ്പോൾ പോലീസ് പറഞ്ഞത് അത്തരം ദൃശ്യങ്ങളൊന്നും പരസ്യപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ആ ദൃശ്യങ്ങൾ പോലീസിൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ്. ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നൊരു കാര്യം, ഈ ശ്രീമൂലസ്ഥാനത്തും അതുപോലെ സുരേഷ് ഗോപി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആംബുലൻസിൽ കയറുമ്പോഴും അതിനു മുമ്പ് വെടിക്കെട്ടല്ല പൂരം അലങ്കോലപ്പെട്ട സന്ദർഭത്തിലും ആ ലാത്തി ചാർജ് ഉണ്ടായപ്പോഴും അവിടെ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ ആര് നടത്തി? ആ സംഭവ സ്ഥലത്ത് നേതാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ? ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കരയിൽ ജൽജീവൻ മിഷൻ പൈപ്പിടൽ പ്രവൃത്തികളിൽ അഴിമതി ആരോപിച്ച് CPM പ്രാദേശിക നേതൃത്വം. സംഭവത്തിൽ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയ സ്ഥലത്ത് CPM നേതാക്കൾ പ്രതിഷേധിച്ചു. ഗുണനിലവാരമില്ലാത്ത PVC പൈപ്പുകളാണ് പദ്ധതിക്കായി ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് CPM നേതാക്കളുടെ കുറ്റപ്പെടുത്തൽ. ഗുണനിലവാരമുള്ള HD പൈപ്പ് ഉപയോഗിക്കാതെ ഗുണനിലവാരം കുറഞ്ഞ PVC പൈപ്പാണ് ജൽജീവൻ മിഷൻ പദ്ധതിക്കായി ഉപയോഗിച്ചതെന്നാണ് CPM കുറ്റപ്പെടുത്തൽ. നിലവിൽ 6.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ജലനിധി പദ്ധതിയുടെ കുടിവെള്ള വിതരണം വർഷങ്ങളായി ഈ ഭാഗങ്ങളിൽ നടന്നു വരുന്നുണ്ട്. എന്നാൽ ഇതേ പദ്ധതിയുടെ ചാലിൽ തന്നെ ജലജീവൻ മിഷന്റെ പൈപ്പും ഇട്ടത് അനാവശ്യമായ ചിലവാണെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. നിലവിൽ 6 വാർഡുകളിൽ ജലനിധിയുടെ കുടിവെള്ള വിതരണം നടന്നുവരുന്നുണ്ടെന്നും ജൽജീവന്റെ അനാവശ്യമായ പൈപ്പിടലിലും അഴിമതി നടന്നിട്ടുണ്ടെന്നും CPM നേതാക്കൾ ആരോപിച്ചു. 6 വാർഡുകളിൽ ജലനിധി പദ്ധതി 2018 മുതൽ നല്ല നിലയ്ക്ക് നടന്നു വരുന്നുണ്ട്. ഈ 6.5 കോടി ചെലവിട്ടുകൊണ്ട് നല്ല നിലയ്ക്ക് നടപ്പിലാക്കിയിട്ടുള്ള ജലനിധി പദ്ധതി 1200 കുടുംബങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ സഫീഷ്യൻ്റായിട്ട് വെള്ളം കൊടുക്കുന്ന പ്രദേശത്തോടു കൂടി ഇപ്പോൾ ജലമിഷൻ പദ്ധതി, അതായത് ഈ 6 വാർഡുകൾ ഒഴിച്ചുള്ള ബാക്കി 9 വാർഡുകളിലേക്കായി കൊണ്ടുവന്ന ജലമിഷൻ പദ്ധതി, ആ പ്രദേശത്ത് പൈപ്പിടൽ കഴിഞ്ഞപ്പോൾ അവിടെ പൈപ്പുകൾ ബാക്കി വന്നു എന്ന് കരാറുകാരന്റെ ഒരൊറ്റ വാക്കിന്റെ ബലത്തിൽ ബാക്കി വന്ന പൈപ്പുകൾ ഇപ്പോൾ ഈ 6.5 കോടി ചെലവിട്ടുകൊണ്ട് നമ്മൾ വെള്ളം സഫീഷ്യൻ്റായി കൊടുക്കുന്ന പ്രദേശത്തേക്ക് ഈ പൈപ്പ് ലൈനുകൾ നീട്ടിയിടുകയാണ്. അപ്പൊ കരാറുകാരന്റെ ലാഭത്തിന് വേണ്ടി 5000 മീറ്ററോളം വരുന്ന പൈപ്പുകള് നിലവിൽ കുടിവെള്ള പദ്ധതി ഉള്ള പ്രദേശത്തേക്ക് ഗവൺമെന്റ് പണം മിസ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി അഴിമതിക്ക് കൂട്ടുനിന്നുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിയും കരാറുകാരനും ചേർന്നുകൊണ്ട് പൈപ്പിടുകയാണ്. ആ പൈപ്പ് ഇടുന്നത് ഇപ്പൊ നിലവിൽ ജലനിധി പൈപ്പ് പോയിട്ടുള്ള പൈപ്പിന്റെ തൊട്ടു മുകളിലൂടെയാണ് ഇട്ടു പോകുന്നത്. വേറെ സംവിധാനമില്ല, സ്ഥലമില്ല. ഇപ്പോ ജലനിധി പദ്ധതി 2018 തുടങ്ങിയ പദ്ധതി, അത് ഏതെങ്കിലും നിലയ്ക്ക് ഒരു മെയിൻ്റനൻസ് വന്നാൽ പൈപ്പ് പൊട്ടിയ അത് നേരാക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഒരേ ചാലിൽ 2 പൈപ്പുകൾ ഇട്ടത് അശാസ്ത്രീയമാണ്. പൈപ്പ് പൊട്ടിയാൽ പോലും നന്നാക്കാൻ കഴിയില്ല. ഒരാഴ്ചയായി വെള്ളറോഡ് റേഷൻ കടയ്ക്ക് സമീപം പൈപ്പ് പൊട്ടി ജലം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചാലിൽ 2 പദ്ധതിയുടെയും പൈപ്പുകൾ മുട്ടിക്കിടക്കുന്നതിനാൽ പൊട്ടിയ പൈപ്പ് നന്നാക്കാൻ പോലും പ്രയാസത്തിലാണെന്നും ജലനിധി പദ്ധതിയുടെ ഭാരവാഹികളും അറിയിച്ചു. CPM നേതാക്കളായ ER ശശി, CM അബ്ദുൾ റഹ്മാൻ, PP സദാശിവൻ, PV ഉദയപ്രകാശ്, KV ചന്താമരാക്ഷൻ, K സന്തോഷ് കുമാർ, മുഹമ്മദ് ഷാഫി, ചന്ദ്രൻ മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയ സ്ഥലത്ത് പ്രതിഷേധവുമായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ വ്യോമസേന പണം ചോദിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം കേന്ദ്രത്തിന്റേത് ജനാധിപത്യ വിരുദ്ധ സമീപനമെന്ന് മന്ത്രി K രാജൻ. ദുരന്തമേഖലയിൽ നൽകേണ്ട പണം നൽകാതെയാണ് ചെയ്ത സഹായത്തിന് കേന്ദ്രം പണം ചോദിക്കുന്നത്. കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും കേന്ദ്രത്തിന് മറുപടി കത്ത് നൽകുമെന്നും മന്ത്രി K രാജൻ തൃശൂരിൽ പറഞ്ഞു. കേന്ദ്ര ദുരന്ത നിവാരണ നിധിയിലായിരുന്നു കേന്ദ്രം തുക വകയിരുത്തേണ്ടത്. കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് കോടതിയെ ബോധ്യപ്പെടുത്തും. ദുരന്തമേഖലയിൽ നൽകേണ്ട പണം നൽകാതെയാണ് ചെയ്ത സഹായത്തിന് കേന്ദ്രം ഇപ്പോൾ പണം ചോദിക്കുന്നത്. കേന്ദ്രത്തിന് മറുപടി കത്ത് നൽകുമെന്നും K രാജൻ പറഞ്ഞു. പണം നൽകാൻ കഴിയാത്തതിൻ്റെ സാഹചര്യം വ്യക്തമാക്കും. പണം നൽകുന്നത് തത്വത്തിൽ അംഗീകരിക്കും. എന്നാൽ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി K രാജൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ കേരളം നേരത്തെ വെച്ചിട്ടുള്ള ഒരാശയമാണ് ഇത്തരം ഘട്ടങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സേവനങ്ങൾക്ക്
ആവശ്യമായിട്ടുള്ള സംഖ്യ ചെലവഴിക്കുമ്പോൾ അത് അതത് ഘട്ടത്തിൽ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സംഖ്യയാണ് എന്ന് കേരളം പറഞ്ഞിട്ടുള്ളതാണ്. ദീർഘമായി കേരളം എടുക്കുന്ന നിലപാടും അതാണ്. ഇപ്പോൾ കേരളത്തിന് ഈ ദുരന്തത്തിൽ ആവശ്യമായ പണം അഡീഷണൽ അസിസ്റ്റൻസായി ആവശ്യപ്പെട്ട ഘട്ടത്തിൽ ആ തുക നൽകാതെ നിലവിലുള്ള കേരളത്തിൽ ബാക്കിയുള്ള STRFലെ സംഖ്യയിലെ 50% വീണ്ടും കേരളത്തിന് തന്നെ അനുവദിക്കുക എന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു നിലപാടാണ് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് എടുത്തത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആ STRF സംഖ്യയിൽ നിന്ന് ഇത് കൊടുക്കണം എന്ന് ആവശ്യമുന്നയിക്കുന്നത്. ഇത്തരമൊരു ഘട്ടത്തിൽ അതൊരു ഗുണകരമായ കാര്യമല്ല. ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്കോ നൽകുന്ന സംഖ്യ അത് ഒരു വർഷം കഴിഞ്ഞാലോ ഒരു കാലം കഴിഞ്ഞാലോ തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല. കേരളത്തിനോടൊരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് കേന്ദ്രം എടുക്കുന്നത്. കോടതിയെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തെയും ഇത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് കണ്ണനൂരിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 16 പേർക്ക് പരിക്കേറ്റു. മുന്നിലുള്ള ഓട്ടോറിക്ഷയിൽ ഇടിച്ച ബസ് ഡിവൈഡറിൽ ഇടിച്ച ശേഷം ദിശ മാറി മറിയുകയായിരുന്നു. ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് ഡ്രൈവർക്ക് ബ്രേക്ക് നഷ്ടമായതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പാലക്കാട് നിന്നും കോട്ടായി വഴി പെരിങ്ങോട്ടൂശിയിലേക്ക് പോകുകയായിരുന്ന നാഷ ട്രാവൽസ് എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് നിന്നും യാത്രക്കാരുമായി പോകുകയായിരുന്ന ബസ് നിയന്ത്രണം തെറ്റി മുന്നിലുള്ള ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും പിന്നീട് ഡിവൈഡർ മറികടന്ന് എതിർവശത്തേക്ക് മറിയുകയുമായിരുന്നു. ചാറ്റൽ മഴയുള്ളതുകൊണ്ട് ഡ്രൈവർക്ക് ബസ്സിൻ്റെ ബ്രേക്ക് നഷ്ടമായതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ പരിക്കേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കുമുണ്ടായി. പോലീസിൻ്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ക്രെയിൻ ഉപയോഗിച്ചാണ് റോഡിൽ നിന്നും ബസ് നീക്കാനായത്. ഇതിനുശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മനുശ്ശേരി തൃക്കങ്ങോട് ജംഗ്ഷനിൽ സ്വകാര്യ ബസ് ഉൾപ്പെടെ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പാലക്കാട് കുളപ്പള്ളി പാതയിൽ മനുശ്ശേരി തൃക്കങ്ങോട് ജംഗ്ഷനിൽ സ്വകാര്യ ബസ് ഉൾപ്പെടെ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തു നിന്നും ആളുകളെ കയറ്റി ഒറ്റപ്പാലത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ് മുന്നിൽ പോകുകയായിരുന്ന കാറിനെ ഇടിക്കുകയായിരുന്നു. ഇഴയാഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ പെട്ടി ഓട്ടോറിക്ഷയിലും മറ്റൊരു കാറിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. സ്വകാര്യ ബസിൻ്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. 2 കാറുകൾക്കും പെട്ടി ഓട്ടോറിക്ഷയ്ക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുതുതല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന് UDF. ലക്ഷങ്ങളുടെ അഴിമതിയാണ് മുതുതല പഞ്ചായത്ത് ഭരണസമിതിയുടെ പിന്തുണയോടെ നടന്നതെന്നും ആരോപണം. സംഭവത്തിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് UDF പ്രാദേശിക നേതൃത്വം. മുതുതല പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മുതുതല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അഴിമതി നടക്കുന്നതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ആശുപത്രിയിലെ പാലിയേറ്റീവ് സംവിധാനത്തിന് സ്വന്തമായി വാഹനമുള്ളപ്പോൾ വർഷങ്ങളായി വാഹനം വാടകയ്ക്കെടുത്താണ് ഓടുന്നതെന്ന് കാണിച്ച് ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്ന ആരോപണവുമായാണ് UDF മുതുതല പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. 2011 മുതൽ 2017 വരെ വാഹനം വാടകയ്ക്കെടുത്താണ് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. 2017 ജനങ്ങളുടെ സഹായത്താൽ സ്വന്തമായി വാഹനം വാങ്ങിച്ചു. എന്നാൽ 2017 മുതൽ 2024 വരെയുള്ള കാലത്ത് വാഹനം വാടകയ്ക്കാണെന്ന് കാണിച്ചുകൊണ്ട് ലക്ഷങ്ങൾ തിരിമറി നടത്തിയതായി UDF കൺവീനർ KN സന്തോഷ് കുമാർ പറഞ്ഞു. 2018 പ്രളയ ഫണ്ടിലും 2019 കൊറോണ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ പേരിലും അഴിമതി നടന്നതായും ഇവർ ആരോപിച്ചു. 2011 ഈ പാലിയേറ്റീവ് കേന്ദ്രം ആരംഭിക്കുന്നത്. അതിനുശേഷം 2017 വരെ ഇവിടുത്തെ വാഹനം എന്ന് പറയുന്നത് വാടകയ്ക്കായിരുന്നു. 2017 നാട്ടുകാരുടെ എല്ലാ ജനങ്ങളുടെയും 100% ജനപങ്കാളിത്തത്തോടെ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങുകയും ആ വാഹനത്തിൽ 2011 പാലിയേറ്റീവ് കേന്ദ്രം തുറന്ന് ഇവിടെ ആരംഭിക്കേണ്ടായി. 2017 വരേക്ക് വാടക ഇനത്തിലാണ് ഇവിടുത്തെ വാഹനം ഓടിക്കൊണ്ടിരുന്നത്. 2017 100% ജനപങ്കാളിത്തത്തോടെ വാഹനം വാങ്ങുകയും ആ വാഹനം 2017 മുതൽ ഈ നിമിഷം 2024 വരെ ആ വാഹനത്തിന് വാടക ഇനത്തിൽ ഇവിടുന്ന് തുക മാറ്റി ചിലവഴിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 2018 പ്രളയ ഫണ്ടും അതുപോലെ തന്നെ 2019 കൊറോണ നിർമ്മാർജ്ജന യജ്ഞത്തിലും വൻ അഴിമതിയാണ് നടന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇതിനു പുറമെ ആശുപത്രിയിലേക്ക് വാങ്ങിയ ഫർണിച്ചറുകളിലും സ്ത്രീകൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തിയതിലും വലിയ സാമ്പത്തിക അഴിമതി നടന്നതായി UDF ചെയർമാൻ P. സൈദലവി പറഞ്ഞു. മുതുതല പഞ്ചായത്ത് ഭരണസമിതിയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് അഴിമതി നടന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി.
അതുപോലെ തന്നെ ഈ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് ഫർണിച്ചർ വാങ്ങിയതിൽ, അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻസ്ട്രുമെൻ്റ് കപ്പ് വിതരണം ചെയ്തതിൽ എല്ലാത്തിലും അഴിമതിയുടെ ഒരു കൂത്തരങ്ങായിട്ട് മാറിയിരിക്കുകയാണ് ഈ ആരോഗ്യ കേന്ദ്രം. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് അതിൻ്റെ പഴക്കമുണ്ട്. അതിന് നിയമവശം പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിവരാവകാശം കൊടുത്തിട്ടുണ്ട്. സംഭവത്തിൽ UDF നേതാക്കൾ ആശുപത്രി അധികൃതരുമായി ചർച്ച നടത്തി. വിഷയത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് UDF മുതല പഞ്ചായത്ത് കമ്മിറ്റി. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. സാമ്പത്തിക ശാസ്ത്രം എപ്പോഴും നിലനിൽക്കുന്നത് ഒരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അത്തരം പൊതുബോധം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച ആളാണ് ഡോക്ടർ കെ കുഞ്ഞാമനെന്നും പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ഷൊർണൂരിൽ തനിമ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച ഡോക്ടർ കെ കുഞ്ഞാമൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തനിമ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഷൊർണൂരിൽ ഡോക്ടർ M കുഞ്ഞാമൻ അനുസ്മരണം സംഘടിപ്പിച്ചത്. സാമൂഹ്യ പ്രവർത്തകൻ CR നീലകണ്ഠൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. എന്താണ് കുഞ്ഞാമൻ സാർ കേരളത്തിന് നൽകിയത് അല്ലെങ്കിൽ ലോകത്തിന് നൽകിയത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ ഞാൻ പറയുന്ന മറുപടി കേരളത്തിന്റെ പൊതുബോധം തകർത്താണ് കുഞ്ഞാമൻ സാർ എന്നുള്ളത്. പൊതുബോധം എന്ന് പറയുമ്പോൾ ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള മുഴുവൻ ആളുകളുടെയും നിലവിലിരുന്ന പൊതുബോധത്തിന് വലിയൊരു വെല്ലുവിളി ഉയർത്തി. അതും ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹം ചിന്തിക്കുന്ന വഴികളിലൂടെ സാമ്പത്തിക ശാസ്ത്രത്തിലൂടെ തന്നെ, സാമ്പത്തിക ശാസ്ത്രം എപ്പോഴും നിൽക്കുന്ന ഒരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല, നമുക്ക് വേണമെങ്കിൽ അത് വേറെ ചർച്ച ചെയ്യാം. ചില പൊതുബോധങ്ങളില്ലെങ്കിൽ ഒരു ഘടന നിലനിൽക്കില്ല. സാമ്പത്തിക ശാസ്ത്രജ്ഞനായ കുഞ്ഞാമൻ സാറ് ആ പൊതുബോധത്തെ ഒരു കാലത്ത് ആ പൊതുബോധത്തിന്റെ ഭാഗമായി നിൽക്കുകയും ആ പൊതുബോധത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഇത് തനിമ സെക്രട്ടറി MC ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. CR ദിനേശ്, CP രാമൻ, TK ഭാസ്കരൻ മാസ്റ്റർ, ബിജു പന്തിരുകുലം, രാജേന്ദ്രൻ, MP ശോഭ, CV മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ്. കൺമുന്നിൽ കണ്ട കാര്യങ്ങളാണ് താൻ സമൂഹത്തെ അറിയിച്ചത്. മൊഴിപ്രകാരം പോലീസ് അന്വേഷണം നടത്തിയാൽ BJP സംസ്ഥാന അധ്യക്ഷന്റെയും ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുടെയും പങ്ക് പുറത്തുവരുമെന്നും തിരൂർ സതീഷ് പറഞ്ഞു. നേതാക്കൾ മൗനം പാലിച്ചതുകൊണ്ട് സത്യം പുറത്തുവരാതിരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസിന്റെ അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് തിങ്കളാഴ്ച 16-ാം തീയതി വൈകിട്ട് 4 മണിക്ക് കുന്നംകുളം കോടതിയിൽ രഹസ്യമൊഴി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള അറിയിപ്പ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെ, ഞാൻ ഈ കള്ളപ്പണത്തിനെ സംബന്ധിച്ചിട്ട് പോലീസിന് കൊടുത്ത മൊഴികൾ അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് കോടതിയിൽ ഞാൻ ബോധിപ്പിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ഇത് ആരോപണമല്ലല്ലോ. ഇത് ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആരോപണം എന്ന് പറയുന്നത് ആ വാക്ക് ഇതിന് ശരിയല്ല. ആരോപണമല്ലത്. ഇത് ഞാൻ വാസ്തവത്തിൽ അവിടെ എൻ്റെ കൺമുന്നിൽ കണ്ട കാര്യങ്ങൾ അത് ഞാൻ പുറത്ത് സാധാരണ പ്രവർത്തകരുടെ മുന്നിലും പൊതുസമൂഹത്തിന് മുന്നിലും ഞാൻ അറിയിച്ചു. അത് ആ രീതിയിൽ പോലീസിന് ഞാൻ മൊഴി കൊടുത്തു. അതുപോലെ തന്നെ രഹസ്യമൊഴിയായിട്ട് രേഖപ്പെടുത്താൻ കോടതിയിൽ നിന്ന് നമുക്ക് അറിയിപ്പ് കിട്ടിയപ്പോൾ അത് കോടതിയിൽ പോയിട്ട് അതേ രീതിയിൽ തന്നെ ഞാൻ മൊഴി കൊടുത്തിരിക്കും. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനമായ BSNL-നെ നാശത്തിലേക്ക് നയിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് BSNL പെൻഷനേഴ്സ് അസോസിയേഷൻ സർക്കിൾ പ്രസിഡന്റ് AM റഷീദ് അലി പാലക്കാട് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ പരിഷ്കരണം മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കണമെന്നും അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ AM റഷീദ് അലി ആവശ്യപ്പെട്ടു. സ്വകാര്യ കമ്പനികൾ 5G നടപ്പിലാക്കിയിട്ടും BSNL 4G പോലും പൂർണ്ണമായി നടപ്പാക്കിയില്ല. ജീവനക്കാരെ കുറച്ചും അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാതെയും BSNL-നെ തകർക്കുകയാണ്. ഏത് മത്സരം ഏറ്റെടുക്കാനുള്ള ശേഷി BSNL-നുണ്ടെങ്കിലും സ്വകാര്യ കുത്തുകൾക്കായി BSNL-നെ തകർക്കുകയാണ്. ജീവനക്കാരുടെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാതെ ജനദ്രോഹമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും റഷീദ് അലി കുറ്റപ്പെടുത്തി. പാലക്കാട് നടന്ന ജില്ലാ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് M ജവഹർ രാജ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജ്യോതി പ്രസാദ്, P കൃഷ്ണമോഹൻ, C ശശിധരൻ, KV ജോസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. 2025 ഫെബ്രുവരി 23 നടക്കാനിരിക്കുന്ന KSSPU കുഴൽമന്ദം ബ്ലോക്ക് സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി സ്വാഗത സംഘം രൂപീകരിച്ചു. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. 2025 ഫെബ്രുവരി 23 കോട്ടായിൽ നടക്കുന്ന KSSPU കുഴൽമന്ദം ബ്ലോക്ക് 33ാം വാർഷിക സമ്മേളനം വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി സ്വാഗത സംഘം രൂപീകരിച്ചു. കോട്ടായി ചമ്പരക്കുളം AP സ്കൂളിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണം കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയന്റെ വാർഷിക സമ്മേളനം
കോട്ടായിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചപ്പോൾ സ്വാഭാവികമായും കോട്ടായി യൂണിറ്റും അതിന്റെ അംഗങ്ങൾ ആ സമ്മേളനം വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം ഏറെ ഉത്സാഹത്തോടുകൂടി ഏറെ ബാധ്യതയോടുകൂടി നടത്തുകയാണ്. ഒരു കോട്ടായി നിവാസി എന്ന നിലയ്ക്ക് ആ സമ്മേളനം ഏറ്റവും ഭംഗിയായി നടത്തുമ്പോൾ സ്വാഭാവികമായും വ്യക്തിപരമായ എനിക്കും ഒരു സന്തോഷം ഉണ്ടാകും. യൂണിയൻ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ കെ.പി. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് എ. സതീഷ്, രാധാമോഹൻ, മഹേഷ് കുമാർ, കെ. കുഞ്ഞുലക്ഷ്മി, വിജയൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടായി യൂണിറ്റ് പ്രസിഡന്റ് സി. വാസു മാസ്റ്റർ സ്വാഗതവും ട്രഷറർ കെ. എൻ. ബാലസുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂരിൽ കവി VM ഗിരിജ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്തു. ചിറമണ്ണൂർ ടു ഷൊർണൂർ ഒരു ദേശവഴിയുടെ കഥ എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത്. സാഹിത്യകാരി സാറ ജോസഫ് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഗുരുനാഥയ്ക്കൊപ്പം പ്രിയ ശിഷ്യർ ഇടതും വലതുമായിരുന്നു. ഓർമ്മകളിലെ കലാലയകാലം ഓർത്തു പറയുമ്പോൾ സാഹിത്യകാരി സാറ ജോസഫിന്റെ കണ്ണുകളിൽ പ്രിയ ശിഷ്യരെക്കുറിച്ചുള്ള അഭിമാനം തുടിച്ചു. ചിറമണ്ണൂർ ടു ഷൊർണൂർ ഒരു ദേശവഴിയുടെ കഥാപുസ്തക പ്രകാശനം ചെയ്ത അരങ്ങായിരുന്നു അത്. കവി VM ഗിരിജ എഴുതിയ പുസ്തകം ഗുരുനാഥയായ സാറ ജോസഫ് പ്രകാശനം ചെയ്തു. പുസ്തക ലോകത്തിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ടൗണിലൊന്നും വരികയില്ല. ചെരുപ്പ് വാങ്ങാനെ കച്ച് കാലിന്റെ അളവെടുത്തിട്ടാണ് കൊണ്ടുപോവുക. സത്യം. അപ്പൊ അതേപോലെ തന്നെ ഇന്നൊരു ഒരു മീഡിയയിലേക്ക് പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ പോലും ഇല്ല. ആകെ ഞങ്ങളുടെ ഒരു സർവകലാശാല കേരള കലാമണ്ഡലമാണ്. കലാമണ്ഡലത്തിലെ കഥകളി, കച്ചേരി, കൂടിയാട്ടം ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോകും വരും. ഈ ഒരൊറ്റ ഔട്ടിങ്ങാണ് ഉള്ളത്. അപ്പൊ ഒരുപക്ഷെ 4 പെൺകുട്ടികളുള്ള ഒരു അച്ഛൻ്റെ ഒരു ഡിഫൻസ് ആയിരിക്കും. അന്നൊന്നും നമ്മളത് ആലോചിക്കുന്നില്ലല്ലോ. അപ്പൊ ഈ ലോകമായിട്ട് ദിനേശിന്റെ കൂടെ പോയപ്പോഴാണ് ഞാൻ പലതും ഇപ്പോൾ സമാജം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്ഥലവും ഞാൻ കണ്ടിട്ടില്ല. ചരിത്രം എന്നത് അനുഭവത്തിന്റെ ആഖ്യാനമാണെന്നും പ്രിയശിഷ്യരുടെ ചരിത്രരചനയിൽ അഭിമാനിക്കുന്നുവെന്നും സാറ ജോസഫ് പറഞ്ഞു. VM ഗിരിജയുടെ സഹോദരി VM ശോഭന പുസ്തകം ഏറ്റുവാങ്ങി. ചടങ്ങിൽ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും VM ഗിരിജയുടെ സഹപാഠിയുമായ ഡോക്ടർ CP ചിത്രഭാനുവായിരുന്നു മുഖ്യപ്രഭാഷകൻ. CR ദിനേശ് സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് മയിലുംപുറം സ്വാമി വിവേകാനന്ദ സെന്റർ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ B.Ed വിദ്യാർത്ഥികൾക്കായി സെമിനാർ നടത്തി. പത്തിരിപ്പാല KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഊർജ്ജ സുരക്ഷയും സുസ്ഥിര വികസനവും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനത്തോടനുബന്ധിച്ചാണ് പത്തിരിപ്പാല KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ K. പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ മയിലുംപുറം സ്വാമി വിവേകാനന്ദ സെന്റർ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ B.Ed വിദ്യാർത്ഥികൾക്കായി ഊർജ്ജ സുരക്ഷയും സുസ്ഥിര വികസനവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. മയിലുംപുറം സ്വാമി വിവേകാനന്ദ B.Ed കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സന്ധ്യാകുമാർ, അധ്യാപകരായ അശ്വതി P. റീബ, AB ശ്രീമതി, ബീന T. ജ്യോതിഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പത്തിരിപ്പാല KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറും സർട്ടിഫൈഡ് എനർജി ഓഡിറ്ററുമായ K. പ്രേംകുമാർ ക്ലാസ് എടുത്തു. 53 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികൾ ഊർജ്ജ സുരക്ഷാ വലയം തീർത്തു. ഊർജ്ജ സുരക്ഷയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന സന്ദേശമാണ് ഈ വലയം സൂചിപ്പിക്കുന്നതെന്നും K. പ്രേംകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കൊച്ചിൻ പാലത്തിന് സമീപം 21,000 രൂപയും വിലപ്പെട്ട രേഖകളും കളഞ്ഞുകിട്ടിയ പോലീസ് ഉദ്യോഗസ്ഥൻ അത് ഉടമയ്ക്ക് തിരിച്ചു നൽകി. ഡ്യൂട്ടിക്കിടെ ചെറുതുരുത്തി SI വർഗീസിനാണ് പണവും രേഖകളും കിട്ടിയത്. പാലക്കാട് സ്വദേശിയായ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ഗോപാലകൃഷ്ണനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ ശേഷം പണവും രേഖകളും നൽകുകയായിരുന്നു. നല്ല പ്രവർത്തനത്തിന് SI വർഗീസിനെ സഹപ്രവർത്തകർ അഭിനന്ദിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ദേശമംഗലം യൂണിറ്റ് സമ്മേളനം ഗ്രാമീണ വായനശാലയിൽ നടന്നു. KSTA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PG ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ദേശമംഗലം യൂണിറ്റ് സമ്മേളനം ഗ്രാമീണ വായനശാല ഹാളിൽ നടന്നു. 100 കണക്കിന് പ്രവർത്തകരുടെ പ്രകടനത്തോടെയായിരുന്നു തുടക്കം. KSTA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PG ജോൺസൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മൾ നാളിതുവരെയായിട്ട് നമ്മൾ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല പറഞ്ഞ് നമ്മൾ കുറേയധികം സമരം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേയധികം നമ്മൾ കേസുകളായിട്ട് പോയിട്ടുണ്ട്.
അതിൻ്റെയൊക്കെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ നവംബർ മുതൽ റിട്ടയർമെൻ്റ് ആനുകൂല്യം കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ നമുക്കറിയാം പ്രസവാനുകൂല്യങ്ങൾ നിലവിൽ 2000 ലഭിച്ചിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അവരൊരു സർവേ എടുത്ത് സീനിയോറിറ്റി അനുസരിച്ച് അതും കൊടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സർക്കാരിനോട് ചെയ്യുന്ന സംരംഭങ്ങൾക്കൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് എം സുശീല അധ്യക്ഷയായി. യൂണിറ്റ് സെക്രട്ടറി എം ദാമോദരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ടി പി പ്രമീള വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. എം ടി രമ്യ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. യൂണിറ്റിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച പ്രമീള, ഉഷ, SSLC ഉന്നത മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ മൊമൻ്റോ നൽകി ആദരിച്ചു. ഭാരവാഹികളായ കെ ശശി, CR ബിന്ദു, KV രചന, MC ദിവ്യ, രചന ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ പ്രസിഡന്റ് C രതി, PK രവി സെക്രട്ടറി തുടങ്ങിയവരെ സമ്മേളനം തിരഞ്ഞെടുത്തു. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഒരു പൊതു ശ്മശാനം വേണമെന്ന് സമ്മേളനം സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. കാർത്തിക വിളക്ക് തെളിയിക്കലും നിറമാലയും ഉണ്ടായിരുന്നു. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളിൽ നടത്തിവരാനുള്ള നയന മനോഹരമായ കാർത്തിക വിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി. വൈകിട്ട് നിറമാലയും തുടർന്ന് ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ദേശമംഗലം കളവറക്കോട് ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം ആഘോഷിച്ചു. 3 മീറ്റർ അകലം പാലിച്ച് ആനകളെ നിർത്തിയാണ് എഴുന്നള്ളിപ്പ് നടത്തിയത്. നിരവധി ഭക്തർ ദർശനത്തിനായി എത്തിയിരുന്നു. നവംബർ 23-ാം തീയതി തുടങ്ങിയ ഉത്സവത്തിനാണ് സമാപനം കുറിച്ചിരിക്കുന്നത്. പുലർച്ചെ 5 മണിക്ക് നട തുറക്കൽ, 5:30 ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രപൂജാരി M ദാമോദരൻ ഭദ്രദീപം കൊളുത്തി പഞ്ചവാദ്യത്തിന് തുടക്കം കുറിച്ചു. പിന്നീട് ദേശമംഗലം സെൻറ്ററിലേക്ക് ആനയിച്ച് അവിടെ നിന്നും 6 മണിയോടുകൂടി തിരിച്ച് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. സഹസ്രദീപം തെളിയിക്കൽ, ദീപാരാധന, പാണ്ഡിമേളം തുടർന്ന് മഹാ അന്നദാനവും ഉണ്ടായിരുന്നു. നിരവധി ഭക്തർ വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പെരിങ്ങോട്ടുകുറിശി മന്ത്രത്ത് ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക വിളക്ക് ഉത്സവം ആഘോഷിച്ചു. കാഴ്ചശീവേലി, വിശേഷാൽ പൂജകൾ, എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. മന്തത്തുകാവിൽ തൃക്കാർത്തിക വിളക്കോത്സവത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമം, കലശപൂജ, ബിംബശുദ്ധി, കലശാഭിഷേകം തുടങ്ങിയവ നടന്നു. ലളിത സഹസ്രനാമപാരായണവും ഉണ്ടായി. തട്ടകത്തമ്മയുടെ പിറന്നാൾ സദ്യ, തുടർന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി പെരിങ്ങോട്ടുകുറിശി ഗവൺമെൻറ് ഹൈസ്കൂൾ പരിസരത്തും കാഴ്ചശീവേലിയും ആരംഭിച്ചു. വൈകിട്ട് ഭഗവതിക്ക് ദീപാരാധന, നിറമാല, തുടർന്ന് കഥകളി, ഡബിൾ തായമ്പക, പുലർച്ചെ മേളത്തോടുകൂടിയുള്ള എഴുന്നള്ളിപ്പും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പൈങ്കുളം ഉന്നത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്കവും ലളിത സഹസ്രനാമാർച്ചനയും സഹസ്രദീപ സമർപ്പണവും നടന്നു. ബ്രഹ്മശ്രീ തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൈങ്കുളം ഉന്നത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്കും ലളിത സഹസ്രനാമാർച്ചനയും സഹസ്രദീപ സമർപ്പണവും നടന്നു. ബ്രഹ്മശ്രീ തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രാവിലെ ക്ഷേത്ര നട തുറക്കൽ, അഭിഷേകം, മലർ നിവേദ്യം, ഗണപതി ഹോമം, ലക്ഷാർച്ചന, ഉഷപൂജ എന്നിവയുമുണ്ടായി. ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. വൈകിട്ട് അത്താഴപൂജ, കലശാഭിഷേകം, സഹസ്രദീപം തെളിയിക്കൽ എന്നിവയും നടന്നു. മേളം, തായമ്പക എന്നിവയും വൈകിട്ട് നടന്നു.
ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. മാങ്കുറിശ്ശി ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. കാഴ്ചശീവേലി, പാണ്ടിമേളം, കലാപരിപാടികൾ എന്നിവ നടന്നു. മാങ്കുറിശ്ശി ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക വിളക്ക് മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ വിവിധ പൂജകൾ നടന്നു. കാർത്തികൂട്ട് വൈകിട്ട് കാഴ്ചശീവേലിയും ഉണ്ടായി. തുടർന്ന് കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരും സംഘവും അവതരിപ്പിച്ച പാണ്ടിമേളവും അരങ്ങേറി. നിറമാല, സഹസ്രദീപം തെളിയിക്കൽ എന്നിവയും നടന്നു. ഓട്ടംതുള്ളൽ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, മട്ടന്നൂർ ശ്രീരാജ് എന്നിവരുടെ ഡബിൾ തായമ്പകയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മണ്ണൂർ ചേറുംപാല കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തികയോടനുബന്ധിച്ച് താലപ്പൊലി ആഘോഷിച്ചു. എഴുന്നള്ളിപ്പ്, പാണ്ടിമേളം, സഹസ്രദീപം തെളിയിക്കൽ എന്നിവയും നടന്നു. മണ്ണൂർ ചേറുംപാല കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തികയോടനുബന്ധിച്ചാണ് താലപ്പൊലി ആഘോഷിച്ചത്. 3 നാളുകളായിട്ടായി നടന്ന ആഘോഷങ്ങൾ വെള്ളിയാഴ്ച താലപ്പൊലിയോടുകൂടി സമാപനമായി. പഴുക്ക മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നു. തുടർന്ന് സന്ധ്യാവേല, പാണ്ഡ്യമേളത്തോടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടി എഴുന്നള്ളിപ്പ്, ക്ഷേത്രമുറ്റത്ത് പഞ്ചാരിമേളം, സഹസ്രദീപം തെളിയിക്കൽ, അത്താഴപൂജ, പാണ്ഡ്യമേളം, അന്നദാനം, കലാപരിപാടികളും എന്നിവ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കുളപ്പുള്ളി അന്തിമഹാകാളൻകാവിൽ തൃക്കാർത്തിക മഹോത്സവം ആഘോഷിച്ചു. താലപ്പൊലിയുടെ മുന്നോടിയായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയുടെയും വിളക്കുമാടത്തിന്റെയും സമർപ്പണം ക്ഷേത്രം തന്ത്രി കല്ലൂർ ദേവദാസ് നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി മുഖ്യാതിഥിയായിരുന്നു. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രകാശൻ, വിനു എന്നിവരെ ആദരിച്ചു. പ്രകാശ് വർമ്മ, ശങ്കരനാരായണൻ, നിർമ്മല, മുരളീധരൻ, ജയശങ്കർ എന്നിവർ സംസാരിച്ചു. വാണിയംകുളം പുലാച്ചിത്ര കിള്ളിക്കാവിൽ തൃക്കാർത്തിക മഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് ദീപസമർപ്പണം നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന സേനയായി കേരള പോലീസ് മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തിലെ തെറ്റായ പ്രവണതകൾ ചിലപ്പോൾ പോലീസിനും ഉണ്ടായേക്കാം. അത്തരം സമീപനം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥരോട് വിട്ടുവീഴ്ചയില്ലെന്നും മുഖ്യമന്ത്രി. പരിശീലനം പൂർത്തിയാക്കിയ 31ാം ബാച്ചിലെ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് തൃശൂർ കേരള പോലീസ് അക്കാദമിയിൽ. പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് വിവിധ ജില്ലകളിൽ നിന്നുള്ള 141 പേർ. പാലക്കാട് മണ്ണാർക്കാട് പാതയിലെ പനയമ്പാടത്തെ റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്നാരോപിച്ച് യൂത്ത് ലീഗ് നടത്തിയ റോഡ് ഉപരോധത്തിൽ സംഘർഷമുണ്ടായത് റോഡിന്റെ പഠനം നടത്തുന്നതിനായി ജില്ലാ പോലീസ് മേധാവി, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്ക് എത്തും മുൻപ്. സംഭവത്തിൽ പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. നേരത്തെയും പ്രശ്നം ചൂണ്ടിക്കാട്ടിയിട്ടും ഒരു നടപടിയും അധികൃതർ കൈക്കൊണ്ടില്ലെന്നും യൂത്ത് ലീഗ് നേതാക്കളുടെ ആരോപണം. KSRTC ഡിപ്പോയിൽ നിന്നും മെഡിക്കൽ കോളേജ് സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. വരുമാന വർധനവ് ലക്ഷ്യം വെച്ച് പൊതുജനങ്ങൾക്കായി പെട്രോൾ പമ്പും ദീർഘദൂര ടൂറിസ്റ്റ് കേന്ദ്ര സർവീസുകളും ആരംഭിക്കുമെന്നും ഗണേഷ് കുമാർ. KSRTC പാലക്കാട് ഡിപ്പോയിലെ ശീതീകരിച്ച ഓഫീസ് മുറികളുടെയും വിശ്രമ മുറികളുടെയും ഉദ്ഘാടനം ഗതാഗത മന്ത്രി നിർവഹിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ വ്യോമസേന പണം ചോദിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം കേന്ദ്രത്തിന്റേത് ജനാധിപത്യ വിരുദ്ധ സമീപനമെന്ന് മന്ത്രി K രാജൻ. ദുരന്തമേഖലയിൽ നൽകേണ്ട പണം നൽകാതെയാണ് ചെയ്ത സഹായത്തിന് പണം ചോദിക്കുന്നത്. കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും കേന്ദ്രത്തിന് മറുപടി കത്ത് നൽകുമെന്നും മന്ത്രി K രാജൻ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞതായി VS സുനിൽകുമാർ. പൂരം ചടങ്ങുകൾ മാത്രമാക്കിയതും വെടിക്കെട്ട് നടത്തില്ലെന്ന് പ്രഖ്യാപിച്ചതും ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങളുടെ സാഹചര്യം താൻ വിശദീകരിച്ചതായും VS സുനിൽകുമാർ. BJP, RSS, വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ളവരുടെ പങ്കും നേതാക്കളുടെ ഗൂഢാലോചനയും വിശദീകരിച്ചു നൽകിയതായും സുനിൽകുമാർ. മുതുതല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന് UDF.
ലക്ഷങ്ങളുടെ അഴിമതിയാണ് മുതുതല പഞ്ചായത്ത് ഭരണസമിതിയുടെ പിന്തുണയോടെ നടക്കുന്നതെന്നും ആരോപണം. വിഷയത്തിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് UDF പ്രാദേശിക നേതൃത്വം. പാലക്കാട് കണ്ണന്നൂരിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 16 പേർക്ക് പരിക്ക്. അപകടം ഓട്ടോറിക്ഷയിൽ തട്ടി ബസ് ഡിവൈഡറിൽ ഇടിച്ച ശേഷം ദിശ മാറി മറിഞ്ഞ്. ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് ഡ്രൈവർക്ക് ബസിന്റെ ബ്രേക്ക് നഷ്ടമായതാണ് അപകടത്തിന് കാരണമായതെന്ന് പ്രാഥമിക നിഗമനം. മനശ്ശേരി തൃക്കങ്ങോട് ജംഗ്ഷനിൽ സ്വകാര്യ ബസ് ഉൾപ്പെടെ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. സംഭവത്തിൽ ആർക്കും പരിക്കുകളില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.